5 ടെസ്റ്റ് ട്യൂബുകളിൽ ഡയല്യൂട്ട് HCl എടുത്തു കഴിഞ്ഞാൽ 5 ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൽ ഡയല്യൂട്ട് HCl എടുത്തു. എന്നിട്ട് അതിലേക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റൽ റോഡുകൾ ഇറക്കി വെച്ചു. ഇതിലേക്ക് ഇറക്കി വെച്ചത് അയണാണ്. അയൺ മെറ്റൽ റോഡ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചു, ഡയല്യൂട്ട് HClലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചു. ഇവിടേക്ക് ഡിപ്പ് ചെയ്തത് മാഗ്നീഷ്യം മെറ്റലാണ്. അടുത്തത് ഇവിടെ വരുമ്പോൾ അത് കോപ്പർ മെറ്റൽ. അടുത്തത് ഇതിൽ ലെഡ്, അടുത്തത് സിങ്ക്. മെറ്റൽ റോഡുകൾ അതിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ചില ടെസ്റ്റ് ട്യൂബുകളിൽ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഹൈഡ്രജൻ ഗ്യാസ് ഏതിൽ നിന്നാണ് ലിബറേറ്റ് ചെയ്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിനാദ്യം ഞാനിവിടെ റിയാക്ടിവിറ്റി സീരീസ് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിയാക്ടിവിറ്റി സീരീസ് ക്ലിയർ. ഹൈഡ്രജൻ എന്താ അവിടെ വരുന്നുണ്ട്, ഹൈഡ്രജൻ്റെ മുകളിലുള്ള മെറ്റൽസ് ഉണ്ട്, ഹൈഡ്രജൻ്റെ താഴെയുള്ള മെറ്റൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഹൈഡ്രജൻ ഗ്യാസ് ചില ടെസ്റ്റ് ട്യൂബുകളിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നത് നോക്ക്. ഈ അയേണിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡയല്യൂട്ട് HClലേക്ക് അയൺ മെറ്റൽ റോഡ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അയൺ എവിടെ വരുന്നത് നോക്ക്, ദാ ഹൈഡ്രജൻ്റെ മുകളിലാണ് അയൺ വരുന്നത്. ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത കേസിലേക്ക് പോകുമ്പോൾ ദാ ഇവിടെ മഗ്നീഷ്യം മെറ്റൽ റോഡ് ഇമ്മേഴ്സ് ചെയ്തെടുത്തൊന്നും ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. ഈ മഗ്നീഷ്യം മെറ്റൽ എവിടെ വരുന്നത് നോക്കുക. മഗ്നീഷ്യം മെറ്റൽ വരുന്നത് ഹൈഡ്രജൻ്റെ മുകളിലാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത കേസ് നോക്ക്. കോപ്പറിന് എന്ത് ലിബറേറ്റ് ചെയ്യുന്നില്ല, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നില്ല. കോപ്പർ വരുന്നത് എവിടെയാണ്, ഹൈഡ്രജൻ റിയാക്ടിവിറ്റി സീരീസിലെ ഹൈഡ്രജൻ്റെ താഴെയാണ്. ഇനി അടുത്ത കേസ് നോക്ക്. ലെഡ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമ്പോൾ ഈ ലെഡ് ഈ റിയാക്ടിവിറ്റി സീരീസിലെ ഹൈഡ്രജൻ്റെ എവിടെയാണ് വരുന്നത് നോക്ക്, ഹൈഡ്രജൻ്റെ മുകളിലാണ് വരുന്നത്. ഇനി സിങ്കിൻ്റെ കേസ് എടുക്കുമ്പോൾ നോക്ക്, സിങ്കും ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെ വരുന്നത്, സിങ്കും ഹൈഡ്രജൻ്റെ മുകളിലാണ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. റിയാക്ടിവിറ്റി സീരീസ് എടുക്കുക, എന്നിട്ട് അതിൽ ഹൈഡ്രജൻ നമ്മൾ ഫിക്സ് ചെയ്തു. ഈ ഹൈഡ്രജൻ്റെ മുകളിലുള്ള മെറ്റലുകൾ ഏതെങ്കിലും ഹൈഡ്രജൻ പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ അവിടുന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. കാരണം റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ, മെറ്റലുകളുടെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും റിയാക്റ്റീവ് ആയത് ഏതാണ്, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ഈ ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ അതിൻ്റെ താഴെയുള്ളതിന് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ മുകളിലുള്ള ഏതൊരു മെറ്റലും ഹൈഡ്രജൻ ഗ്യാസിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ആസിഡിന് ലിബറേറ്റ് ചെയ്യുന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പം നമ്മൾ നോക്ക്, സോഡിയം, ഗോൾഡ്, സിൽവർ, അലുമിനിയം, ഇങ്ങനെ 4 തന്ന്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഇത് HCl ഇമ്മേഴ്സ് ചെയ്താൽ, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇമ്മേഴ്സ് ചെയ്താൽ, ഈ മെറ്റലുകൾ ഇമ്മേഴ്സ് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണേ. ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ മുകളിലുള്ള മെറ്റൽ, ഹൈഡ്രജൻ്റെ താഴെയുള്ള മെറ്റൽ ഇങ്ങനെ അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നോക്കുക, ഹൈഡ്രജൻ്റെ മുകളിൽ യെല്ലോ, ഹൈഡ്രജൻ്റെ താഴെ ബ്ലൂ. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കളർ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നോക്കുക, നമുക്കറിയാം മുകളിൽ താഴേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു വരികയാണ്. മോർ റിയാക്റ്റീവ് ആയത് ലെസ് റിയാക്റ്റീവ് ആയതിനെ റീപ്ലേസ് ചെയ്യും. ക്ലിയർ. നാച്ചുറൽ തത്വമല്ലേ ഇത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, സോഡിയം എവിടെ വരുന്നത്, ഇവിടെ യെല്ലോ. അപ്പോൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സോഡിയം ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അടുത്ത കേസ് നോക്ക്, ഗോൾഡ്. ഗോൾഡ് എവിടെ വരുന്നത്, ബ്ലൂല. അപ്പോൾ ഇത് ഹൈഡ്രജനേക്കാൾ ലെസ് റിയാക്റ്റീവ് ആണ് ആര്, ഗോൾഡ്. അപ്പോൾ ഗോൾഡ് ഒരിക്കലും തന്നെ HCl ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ ഹൈഡ്രജൻ ഗ്യാസിന് എന്ത് ചെയ്യൂല, ലിബറേറ്റ് ചെയ്യൂല. ഇനി അടുത്തത് സിൽവർ. സിൽവർ നോക്ക്, ബ്ലൂല. ദാറ്റ് മീൻസ് ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറവുള്ള മെറ്റല. അയാൾ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ HCl എടുത്തിട്ട് അതിലേക്ക് സിൽവർ റോഡ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നർത്ഥം. അടുത്ത കേസ് നോക്ക്, അലുമിനിയം. അലുമിനിയം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നതാണ്. അലുമിനിയം ഹൈലി റിയാക്റ്റീവ് മെറ്റല. അപ്പോൾ HCl അലുമിനിയം ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ അവിടുന്ന് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ആസിഡിലേക്ക്, പ്രോട്ടോനേറ്റഡ് ആസിഡിലേക്ക്, ഹൈഡ്രജൻ പ്രസന്റ് ആയ ആസിഡിലേക്ക് ഏതെങ്കിലും മെറ്റൽ പീസ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ച് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് വളരെ കൃത്യമായി ഈ റിയാക്ടിവിറ്റി സീരീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.